എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു കരൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. വായോ. നമ്മൾ കുറച്ച് കരൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് മാറ്റുകയാണ്. നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് ഒരു സ്പൂൺ ഉപ്പ്, 1.5 സ്പൂൺ ഉപ്പ്, എന്നിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സോഫ്റ്റായിട്ട് കിട്ടാൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നന്നായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ തൈരോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നാരങ്ങ നീരോ ഒക്കെ ചേർത്താൽ നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ സ്റ്റൗവിൽ വെച്ച് നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വിസിൽ വരുമ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് എയർ വരുമ്പോൾ നിർത്തി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. നമ്മുടെ കരൾ നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി പാൻ വെച്ച് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അത് ഫ്രൈ ആക്കാം. അപ്പോൾ കുറച്ച് കടുക് ഇട്ടു. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി ഇടാം. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് കീറിയിടാം. കുറച്ച് തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടി ചെറുതായിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കുകയാണ്. ഈ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിങ്ങൾ വിചാരിക്കുന്ന സവോള ഇട്ട് കൊടുത്തില്ലല്ലോ എന്ന്, അല്ലെങ്കിൽ ഉള്ളി ഇട്ടില്ലല്ലോ എന്ന്. ഞാൻ ഇപ്പോഴാണ് ഉള്ളി ഇടുന്നത്. കാരണം ഇത് നമ്മൾ ഫ്രൈ ആക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ കരൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ആ ഉള്ളി ഒന്ന് വെന്ത് ഇതിൻ്റെ ബാക്കിയുള്ള ആ അരപ്പിനകത്തൊക്കെ കിടന്നൊന്ന് വെന്ത് ഫ്രൈ ആയി ഇതായി വരുമ്പോഴത്തേനും, ഫ്രൈ ആകുമ്പോഴത്തേനും നല്ല കരളിന് നല്ല രുചിയായിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റും കാണും. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം മസാലപ്പൊടിയും ഇട്ട് അതിനകത്ത് നമ്മൾ കറിവേപ്പില മല്ലിയില ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് പുതിനയുടെ ഇലയും കറിവേപ്പിലയും മല്ലിയില എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്കെടുക്കാം.
കരൾ ഫ്രൈ ചെയ്തത് കഴിച്ചു നോക്കിയാലോ? കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് എടുക്കാം. എനിക്കിങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തേ. നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്ത് കഴിക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.